ഇമാം നബവി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്തതെല്ലാം യുസമ്മാ ബിദ്അ, അതിന് ബിദ്അത്ത് എന്നാണെന്ന് പറയാം. ലാകിൻ മിൻഹ, എന്നാൽ അതിൽ മാ യകൂനു ഹസനൻ, നല്ലതുണ്ട്, വമിൻഹ മാ യകൂനു ബിഖിലാഫി ദാലിക, നല്ലതല്ലാത്തതുമുണ്ട്. ആര് പറഞ്ഞു? ഇമാം നബവി റളിയല്ലാഹു അൻഹു. നബവി തങ്ങളാ പറഞ്ഞു ബിദ്അത്ത് രണ്ടെണ്ണമുണ്ട്. നബവി തങ്ങളോട് ഇബ്നു തൈമിയ്യയെ മുട്ടിക്കാൻ നോക്കണ്ട, ഇബ്നു അബ്ദുൽ വഹാബുമായി മുട്ടിക്കാൻ യോഗ്യതയില്ല ഇമാം നബവി തങ്ങളോട് മുട്ടാൻ അവരാർക്കും. നിങ്ങൾ മദ്ഹബുകൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇബ്നു തൈമിയ്യയെ അംഗീകരിക്കുന്നുണ്ട്. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ സ്വീകരിക്കുന്നത് ഇബ്നു ഉസൈമീനും ഇബ്നു ബാസും കൊടുത്ത ഫത്വകളാണ്. അത് തഖ്ലീദല്ലയോ? അതൊരു പണ്ഡിതനെ പിൻപറ്റലല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ പിൻപറ്റാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പിൻപറ്റുന്നത് ഖൈറുൽ ഖുറൂനിൽ കഴിഞ്ഞുപോയ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയാണ്. അതുകൊണ്ട് കുറ്റം പറയല്ലേ? അതുകൊണ്ട് ഈ വിശ്വാസം പുലർത്തുന്ന ആളുകൾ ചെയ്യുന്നത് എല്ലാം തെറ്റാണെന്ന് പറയല്ലേ? നബി തങ്ങളുടെ കാലത്തില്ലാത്തതിന് മുഴുവൻ അറബ് ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയും. എന്നാൽ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പണ്ഡിതന്മാർ ഇതിനർത്ഥം വെക്കുന്നത്. ആ വാക്കിലും കുല്ലു ബിദ്അത്തിൻ ളലാല